യേശു ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് സുന്ദരമായ ധ്യാനത്തിലേക്ക് നമ്മെ നയിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കിയ കൂട്ടിൽ ഇളം ചില്ലകളും തൂവലുകളും മൃദുവായ വസ്തുക്കളും ഉണ്ടായിരിക്കും. കുഞ്ഞിന് ആകാശത്തേക്ക് പറന്നുയരാനുള്ള സമയമായെന്ന് അമ്മ മനസ്സിലാക്കുമ്പോൾ ആദ്യം അത് ചെയ്യുക കൂട്ടിൽ നിന്നും മൃദുവസ്തുക്കളും ഇളം നാരുകളും ചെറു തൂവലുകളുമൊക്കെ എറിഞ്ഞുകളയുക എന്നതാണ്. എന്നുവച്ചാൽ കുഞ്ഞിൻ്റെ കംഫോർട്ട് സോൺ ആണ് അമ്മ അവിടെ ഇല്ലാതാക്കുന്നത്. എന്നാൽ പേടിയോടെ കൂടിൻ്റെ ഏതെങ്കിലും കമ്പിൽ അള്ളിക്കൂടിയിരിക്കുന്ന കുഞ്ഞ് തൻ്റെ അഭയം വിടാൻ തയ്യാറല്ല. പക്ഷേ അമ്മയ്ക്കറിയാം, കൂടുവിട്ടാലേ കുഞ്ഞിന് ആകാശം സ്വന്തമാക്കാൻ ആകൂ എന്ന്. ഒരുതരം ക്രൂരമായ സ്നേഹത്തോടെ അമ്മക്കിളി കുഞ്ഞിനെ കൊത്തിപ്പറിച്ച് താഴേക്ക് ചുഴറ്റിയെറിയുന്നു. താഴേക്ക് പോകുന്ന കുഞ്ഞ് ഒന്ന് പിടയും, പിന്നെയൊന്ന് കുതിക്കും. ആ കുതിപ്പ് വളർച്ചയിലേക്കുള്ള ആദ്യ കുതിപ്പാണ്. വീണില്ലായിരുന്നുവെങ്കിൽ, അമ്മ വീഴ്ത്തിയില്ലായിരുന്നുവെങ്കിൽ അവന് അങ്ങനെ കുതിക്കുവാൻ സാധിക്കില്ലായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ മക്കളോടുള്ള അനന്തമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സുവർണ അവസരം ക്രിസ്തു വച്ചു നീട്ടുകയാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാമായി മാറാനും, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും, രോഗികളെ സുഖപ്പെടുത്താനും, അന്ധർക്ക് കാഴ്ച നൽകാനും, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും, സമൂഹത്തിൽ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ അവഗണിക്കപ്പെടുന്നവരുടെയും ശബ്ദമായി മാറാനുള്ള വിളിയാണ്. കരുണാമയനായ ക്രിസ്തുവിന് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നു, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അസ്വസ്ഥത തോന്നുന്നു. ഇത് ആദ്യമായൊന്നുമല്ല ക്രിസ്തുവിന് ജനക്കൂട്ടത്തെ കാണുമ്പോൾ അസ്വസ്ഥത തോന്നുന്നത്. പരിഭ്രാന്തനും നിസ്സഹായരുമായ നമ്മുടെ സമൂഹത്തിന് ഒരിടയൻ വേണമെന്ന് ക്രിസ്തു പണ്ടേ തിരിച്ചറിഞ്ഞു. അവരെ മുന്നിൽ നയിക്കാൻ ആരെങ്കിലും ഒന്ന് ധൈര്യം സംഭരിച്ച് ഇറങ്ങിത്തിരിക്കണം. വെറുതെ മുന്നിൽ നിന്നാൽ പോരാ. ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ആടുകളുടെ മണമുള്ള ഒരിടയൻ തന്നെ വേണം, അതായത് ജനത്തെ നന്നായി അറിയുന്നവൻ. എന്നാൽ വിളഭൂമിയിൽ വേലക്കാർ വളരെ വിരളം എന്ന ഓർമ്മപ്പെടുത്തലിൽ അവിടുന്ന് നമുക്ക് നൽകുന്ന സാരോപദേശം എന്നത് അവസരമാണ്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകാനും, അഭയമറ്റവൻ്റെ ആശ്രയമാകാനും, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ്റെ അന്നമാകാനും അവിടുന്ന് തൻ്റെ വത്സരമക്കളായ നമുക്ക് അവസരം നൽകുകയാണ്. കഴുകൻ തൻ്റെ കുഞ്ഞിന് നൽകുന്ന അവസരം പോലെ തൻ്റെ മക്കളായ നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങളാണ് ഇവ. അവ നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, പിന്നെയോ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. അവിടുന്ന് നമ്മെ തള്ളിയിടുന്നത് നാം ആകാശം മുട്ടെ ചിറകടിച്ച് പറന്നുയരുവാൻ വേണ്ടിയാണ്. അത് യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമേ സുവിശേഷത്തിലെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് പോലെ പിശാചുക്കളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും നമുക്ക് കഴിയൂ. അതൊക്കെ ചെയ്യുമ്പോഴും പിശാചുക്കളുടെ തലവനെക്കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്നുള്ള മുനവച്ച വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ അവയൊക്കെയും സ്വർഗരാജ്യത്തെ പ്രതി ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.